പന്തളം ടൗണിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് മനോഹരമായ KSRTC ബസ് സ്റ്റേഷനാണ്. കേരളത്തിലെ മറ്റ് നഗരങ്ങളിൽ ഇടുങ്ങിയ കവാടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സ് ലുക്കുമുള്ള KSRTC ബസ് സ്റ്റാൻഡുകൾ കാണുവാൻ സാധിക്കുമ്പോൾ പന്തളത്ത് മനോഹരമായ തുറസ്സുള്ള ഒരു സ്ഥലത്താണ്, വീതിയും വെളിച്ചവുമുള്ള ഒരു സ്ഥലത്താണ് KSRTC ബസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ബസ്സുകൾ ഇവിടെ ഇരച്ചുകൊണ്ട് എത്തിച്ചേരുകയും 360 ഡിഗ്രി തിരിച്ച് യാത്രക്കാരുടെ വെയിറ്റിംഗ് ഷെൽട്ടറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. 2 വെയിറ്റിംഗ് ഷെൽട്ടറുകളുണ്ട്. അതിൽ ഒരെണ്ണം വർക്ക്ഷോപ്പിൻ്റെ കൂടെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് ബദിയടുക്കയിൽ കാണുന്നത് പോലെ വിശാലമായ സ്ഥല സൗകര്യം പന്തളം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പന്തളം. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുമായുമുള്ള ബന്ധമാണ് പന്തളം പട്ടണത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊടുത്തത്. തിരുവിതാംകൂറിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായി പോലും പന്തളം അറിയപ്പെടാൻ കാരണം ഈ ശബരിമല ബന്ധമാണ്. ഒരു കാലത്ത് സെൻട്രൽ ട്രാവൻകൂറിലെ ഏറ്റവും വലിയ മാർക്കറ്റ് പന്തളത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും കുറുന്തോട്ടയം മാർക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പന്തളം ജംഗ്ഷനിൽ ഒരു വലിയ പാലവുമുണ്ട്. ഇതും കുറുന്തോട്ടയം പാലമെന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വീതി കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ് പന്തളത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ചൻകോവിൽ നദിക്ക് കുറുകെയാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. 70 മീറ്റർ നീളവും സസ്പെൻഷൻ ബ്രിഡ്ജിനുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. പന്തളവും കൊളനാടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പന്തളം. 23ഓളം സ്കൂളുകളും 7 കോളേജുകളും ഇവിടെയുണ്ട്. NSS കോളേജ് പന്തളം ഏറ്റവും അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിനു പുറമെ NSS പോളിടെക്നിക്കും ഇവിടെയുണ്ട്. മന്നം ആയുർവേദ മെഡിക്കൽ കോളേജും പന്തളത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ITI ഇവിടെയുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ്. പന്തളം കൊട്ടാരം ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പന്തളം രാജവംശത്തിൻ്റെ വാസസ്ഥലമാണ് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം. MC റോഡിൽ നിന്ന് 250 മീറ്റർ മാത്രമേ കൊട്ടാരത്തിലേക്ക് ദൂരമുള്ളൂ. അച്ഛൻ കോവിലാറിൻ്റെ കരയിലാണ് പന്തളം കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടവും ഇവിടെ തന്നെയാണ്. ധാരാളം എഴുത്തോലകൾ ഇവിടുത്തെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പണ്ടുകാലത്ത് പന്തളം രാജവംശം ഇടുക്കി ജില്ലയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും ഭരിച്ചിരുന്നു. ശബരിമലയിലെ പ്രതിഷ്ഠയായ ശാസ്താവ് തൻ്റെ മനുഷ്യാവതാരമായി ജീവിച്ചിരുന്നത് പന്തളം രാജാവിൻ്റെ മകനായി ആയിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്തജനങ്ങൾ പന്തളം കൊട്ടാരത്തിനടുത്തുള്ള വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി തൊഴുതു മടങ്ങുന്നു. ബാലരൂപത്തിലുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലുള്ളത്. മണ്ഡലകാലത്ത് തിരുവാഭരണം ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാറുണ്ട്. മകരവിളക്ക് ഉത്സവത്തിന് 3 ദിവസം മുമ്പ് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ പന്തളത്തിൽ നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു. അറിയപ്പെടുന്ന പല വ്യക്തികളും പന്തളം സ്വദേശികളാണ്. നോവലിസ്റ്റും സ്ക്രീൻ റൈറ്ററുമായ ബെന്യാമിൻ ആടുജീവിതം എന്ന നോവലിലൂടെ ലോകപ്രശസ്തനായി മാറി. കാർട്ടൂണിസ്റ്റ് PK മന്ത്രി പന്തളം സ്വദേശിയാണ്. അതുപോലെ CPI നേതാവ് MN ഗോവിന്ദൻ നായരും പന്തളക്കാരനാണ്. സിനിമാ സംവിധായകനും നടനുമായ അനൂപ് പന്തളവും ഈ നാട്ടുകാരനാണ്. കടമ്മനിട്ട വാസുദേവൻ പിള്ള അറിയപ്പെടുന്ന ഒരു പടയണി ഡാൻസ് ആർട്ടിസ്റ്റാണ്. മുൻമന്ത്രി പന്തളം സുധാകരനും ഈ നാട്ടുകാരനാണ്. അറിയപ്പെടുന്ന അനേകം ക്ഷേത്രങ്ങൾ പന്തളം പട്ടണത്തിലും ചുറ്റുഭാഗത്തുമായി നിറഞ്ഞു നിൽക്കുന്നു. പന്തളം ക്ഷേത്രത്തിന് പുറമെ മഹാദേവ ക്ഷേത്രവും ക്രിസ്ത്യാനികളുടെ സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയും ഇവിടെയുണ്ട്. അതുപോലെ മുസ്ലിങ്ങളുടെ കടക്കാട് ജുമാ മസ്ജിദും പന്തളത്തുണ്ട്. പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രവും തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രവും കടക്കാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രവും ഇവിടെയുണ്ട്. അതുപോലെ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രവും പന്തളത്തിനടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. പ്രശസ്തമായ മഹാശിവരാത്രി കെട്ടുകാഴ്ച ഇവിടെയാണ് അരങ്ങേറുന്നത്.